രാജ്ഞിക്ക് ഒരിക്കൽ കലശലായ പനി പിടിപെട്ടു. പല ചികിത്സകൾ നടത്തിയിട്ടും പനി ശമിച്ചില്ല. ചക്രവർത്തിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ബീർബലിൻ്റെ ശത്രുക്കൾ കൊട്ടാരം വൈദ്യനെ രഹസ്യമായി കണ്ട് അയാൾക്ക് പണം കൊടുത്തു. അവർ വൈദ്യനോട് പറഞ്ഞു, രാജ്ഞിയുടെ പനി മാറാൻ ഒരു മരുന്നുണ്ട്. പക്ഷേ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആൺപുലിയുടെ പാലാണത്. അത് കൊടുത്താൽ പനി തീർച്ചയായും മാറും. അവർ പറഞ്ഞു. കൊട്ടാരം വൈദ്യൻ അപ്പാടെ വിശ്വസിച്ചു. അത് മനസ്സിലാക്കിയ ബീർബലിൻ്റെ ശത്രുക്കൾ കൊട്ടാരം വൈദ്യനോട് പറഞ്ഞു, ബീർബൽ വിചാരിച്ചാൽ ആൺപുലിയുടെ പാൽ കിട്ടുമെന്ന് വൈദ്യൻ ചക്രവർത്തിയോട് പറയണം. ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. ധനമോഹിയായ വൈദ്യൻ സമ്മതിച്ചു. അന്ന് തന്നെ വൈദ്യൻ ചക്രവർത്തിയെ കണ്ട് കാര്യം ഉണർത്തിച്ചു. ചക്രവർത്തി ബീർബലിനെ വിളിപ്പിച്ചു. ബീർബൽ, ആൺപുലിയുടെ പാൽ കൊടുത്താൽ രാജ്ഞിയുടെ പനി ശമിക്കുമെന്നാണ് കൊട്ടാരം വൈദ്യൻ പറയുന്നത്. നിങ്ങൾ വേഗം പോയി ആൺപുലിയുടെ പാലുമായി വരണം. അസൂയാലുക്കൾ ഒരുക്കിയ കെണിയാണിതെന്ന് ബീർബലിന് മനസ്സിലായി. പക്ഷേ ഒന്നും ഉരിയാടിയില്ല. മറിച്ച് പാലുമായി വരാമെന്ന് പറഞ്ഞ് കൊട്ടാരം വിട്ടു പോവുകയും ചെയ്തു. അന്ന് അർദ്ധരാത്രിയിൽ കൊട്ടാരത്തിന് സമീപം തുണി അലക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നു. ആരാണ് ഈ പാതിരാത്രിക്ക് തുണി അലക്കുന്നത്? ചക്രവർത്തി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. ബീർബലിൻ്റെ പുത്രി നിന്ന് തുണി അലക്കുന്നതാണ് ചക്രവർത്തി കണ്ടത്. നീ എന്താണ് അസമയത്ത് തുണി അലക്കുന്നത്? നിന്റെ അച്ഛൻ എവിടെ പോയി? ചക്രവർത്തി ചോദിച്ചു. അച്ഛൻ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ്, അവൾ പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് ചക്രവർത്തിക്ക് അത്ഭുതമായി. എന്ത്? ബീർബൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നുവെന്നോ? ശുദ്ധ അസംബന്ധം. ഇതിലെന്തോ പന്തികേടുണ്ട്. ചക്രവർത്തി വീണ്ടും ചോദിച്ചു. ബീർബൽ എന്തു ചെയ്യുന്നു എന്നാണ് കുഞ്ഞെ നീ പറയുന്നത്? അവൾ മറുപടി വീണ്ടും ആവർത്തിച്ചു. പെട്ടെന്ന് ചക്രവർത്തിക്ക് കാര്യം പിടികിട്ടി. ആൺപുലിപ്പാൽ കൊണ്ടുവരാനല്ലേ ഞാൻ ബീർബലിനെ പറഞ്ഞയച്ചിരിക്കുന്നത്. ആൺപുലിക്ക് പാലുണ്ടാകാമെങ്കിൽ ബീർബലിന് കുഞ്ഞിനെ മുലയൂട്ടിക്കൂടെ? ചക്രവർത്തിക്ക് സ്വന്തം മടയത്തരം ബോധ്യമായി. ചക്രവർത്തി ഉടനെ തന്നെ ബീർബലിനെ വിളിപ്പിച്ച് മാപ്പ് ചോദിച്ചു. കൊട്ടാരം വൈദ്യനു തക്കതായ ശിക്ഷ കൊടുക്കാനും ചക്രവർത്തി മറന്നില്ല.